സഭാജനകരാംബുജ ഹയർ സെക്കൻഡറി വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരം തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ദേവേന്ദുവാണ്. മടവൂർ NSS ഹൈസ്കൂളിൽ നിന്നാണ് ദേവേന്ദു വരുന്നത്. ഓട്ടൻതുള്ളൽ ഇപ്പം സ്റ്റേറ്റിൽ 2ാമത്തെ തവണയാണ്. കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു, A ഗ്രേഡ് കരസ്ഥമാക്കി. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ സ്റ്റേറ്റ് നഷ്ടപ്പെട്ടു. ഈ 2 വർഷവും സ്റ്റേറ്റിൽ വരാൻ പറ്റി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. കഥകളി സംഗീതം രാവിലെ കഴിഞ്ഞിരുന്നു. ഈ വർഷം A ഗ്രേഡ് ഉണ്ട്. തുടർച്ചയായിട്ട് ഇതിപ്പം 3ാമത്തെ തവണയാണ് സ്റ്റേറ്റിൽ A ഗ്രേഡ് കരസ്ഥമാക്കുന്നത്. ദേവേന്ദുവിന്റെ ഗുരുവാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. പേര് പാർവതി S. കുമാർ. മുൻ മത്സരാർത്ഥിയാണെന്നാണ് തോന്നുന്നത്. അതെ അതെ, ഞാൻ ഓട്ടംതുള്ളലാണെങ്കിൽ തുടർച്ചയായിട്ട് 5ാം ക്ലാസ് തൊട്ട് +2 വരെ കൊല്ലം ജില്ലയിൽ ഒരു റെക്കോർഡാണ് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു. കലാമണ്ഡലം ഗീതാനന്ദ മാഷിൻ്റെ ശിഷ്യ. നല്ല മത്സരമാണ്. കാര്യം സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും ഈ 14 ജില്ലയെ പ്രതിനിധീകരിച്ച് വരുന്ന ആൾക്കാരും അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കാണും. ജില്ലയിലൊക്കെ നല്ല മത്സരമായിട്ട് ആണല്ലോ 1ാം സ്ഥാനം കിട്ടി വരുന്നത്. പിന്നെ അപ്പീലിലൂടെ വരുന്ന കുട്ടികൾ, അപ്പോൾ നല്ല മത്സരമാണ്. ഇവിടെ ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല കനത്ത അടി ഇവിടെ നടന്നേനല്ലേ? ഞങ്ങൾ മത്സരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടെ വാശിയായിരുന്നു. ഇപ്പോൾ പിന്നെ ഗ്രേഡ് ആണെങ്കിലും ശരി, ഇപ്പോൾ അപ്പീലായിട്ട് വരുന്നവരാണെങ്കിലും ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയവരെക്കാട്ടി മുകളിൽ കയറണം. അപ്പോൾ അങ്ങനത്തെ കോമ്പറ്റീഷൻ എന്തായാലും ഇവിടെ കാണാം. അല്ലെങ്കിൽ തന്നെയും കുട്ടികൾ ഗ്രേഡ് ആണെങ്കിൽ പോലും ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ കിട്ടുന്നൊരു സ്റ്റേജ് അല്ലേ ഇതൊന്നും. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടത്തില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. തല്ലും ചവിട്ടും കൊണ്ട് എല്ലും നുറുങ്ങി ചില പല്ലും കൊഴിഞ്ഞു മതം എല്ലാം ശമിച്ചു പാർത്ഥൻ വല്ലാതെ ഭൂമൗ വീണു. ഇനി കഥകളി സംഗീതത്തിൽ 2 പേരെയും കൂടെ പാടാം. സഭാജനവിലോചനൈ സമനിപീതരൂപ അമൃത സഭാജനകരാംബുജ സവിധമാഗത പാർശ്വതി. ഈ കാവ്യാലാപനത്തിൽ പങ്കെടുത്തിരുന്നു. അതിനകത്തൊരു വളരെ പ്രസക്തമായൊരു കാര്യം, ചങ്ങമ്പുഴയുടെ ഒരു അപ്രകാശിത കൃതിയാണ് പാടിയതെന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായി. ഉൾവിളിയല്ല, അച്ഛൻ തന്നെ പറഞ്ഞതാണ്. അതൊന്ന് പാടിക്കേ. ലളിതേ ശിരസിൻ്റെ നേരെ നിൽക്കുന്നില്ല, എന്നെ കളിയാക്കുന്നു ലോകം. ഭ്രാന്തൻ എന്നൊന്നിച്ചോതി, ശരി ഞാൻ ഭ്രാന്തൻ തന്നെ. ചിന്തിക്കിൽ ഭ്രാന്തില്ലാതെ ധരയിലൊരുത്തനെ കാണുമോ, കോപിക്കല്ലേ. ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ബ്രഹ്മചാരി എന്ന കവിതയിലെ വരികളാണ്. ഈ പറഞ്ഞ പോലെ സിനിമയിൽ പറഞ്ഞ പോലെ സകല കലാ വല്ലഭ എന്ന് തന്നെ പറയണം. +1 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. +1 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഈ 600-ൽ 600 ഉണ്ടായിരുന്നു. 600-ൽ 600 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കലയിലും ഈ പറഞ്ഞതുപോലെ തൊടാത്ത മേഖലകളൊന്നുമില്ല. കാവ്യാലാപനം, ഓട്ടൻതുള്ളൽ, ഡാൻസ് ഉണ്ട്, സകലതും ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ചോദ്യം. എനിക്കിത് ആകെപ്പാടെ കൺഫ്യൂഷൻ. 10 കഴിഞ്ഞപ്പം സയൻസ് എടുത്ത് എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ വേറെ സയൻസ് വിഷയങ്ങളൊന്നും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു. കലാരംഗത്തും സജീവമാകാൻ സാധിക്കട്ടെ, മികച്ച പ്രൊഫഷണൽ ആകട്ടെ, എല്ലാ ആശംസകളും നേരുകയാണ്. വി പത്മകുമാറിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.